ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു പരിപ്പോടെ റെസിപ്പിയാണേ. നമുക്ക് വടപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് 2 വറ്റൽമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും വേണം, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകവും എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരയണ്ട, ചതച്ചെടുക്കണം. പരിപ്പ് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരയില്ല. ഇടയ്ക്ക് ഇങ്ങനെ തരിതരി പോലെ ഉണ്ടാവില്ലേ പരിപ്പ് വട. എല്ലാവർക്കും അറിയാം പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ. എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയ റെസിപ്പി ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ പച്ചമുളകും നേരത്തെ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, ഉള്ളിയും പെരിഞ്ജീരകം എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഈ പരിപ്പിൽ മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പിടണേ. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ നമ്മൾ കുഴച്ചിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി കട്ടൻ ചായയും കൂടെ തിളപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് എൻ്റെ ഇതിനകത്ത് ഒരു 3-4 അതൊക്കെ വീഴത്തുള്ളൂ. 3 കഷ്ടി. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ പാത്രമാണെങ്കിൽ അതനുസരിച്ച് പരിപ്പുവട പിടിച്ച് എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പുവട ആയിട്ടുണ്ട്. അടുത്ത സെറ്റും കൂടെ നമുക്ക് ഇടാം. അങ്ങനെ കുറേശ്ശെ എല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കട്ടൻ ചായയും തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പരിപ്പുവടയും നല്ല ചൂട് പരിപ്പുവടയും, നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് പരിപ്പുവടയും കട്ടനൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് റെസിപ്പി ഇട്ടേക്കാമെന്ന് വെച്ചു. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഓർക്കും എന്ത് പരിപ്പുവട റെസിപ്പി അല്ലെന്ന്. അതല്ല, അപ്പം ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഇട്ടേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി